നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളുമായി സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. We've told the administration that they need to pay the compensation quickly and effectively and not delay the compensation that has been happening over the last couple of months. We also suggested to look into setting up and testing an early warning system. They've told us that there is a rapid response team, but it is quite clear that one team is not enough. So we've mentioned to them that they should increase the number of teams and supply the teams with everything that is required. The medical college, which is a critical issue, and I mentioned to the administration today that I don't understand why it is taking so long to develop and build a medical college here. Even after people are losing their lives, are getting injured, they are not having a proper medical college here. And I've written to the Chief Minister and I would request him again to please expedite this matter. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് നടപ്പിലാക്കുന്നതിനുള്ള സമ്മർദ്ദം കേരള സർക്കാരിന്മേൽ ചെലുത്താൻ എംപിക്ക് കഴിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. നമ്മുടെ വയനാട് എംപി ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു എം പി നോക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹം ജീപ്പ് കയറുന്നു, ജീപ്പിൻ്റെ ബോണറ്റിൽ കയറുന്നു, ഇതുപോലെയുള്ള പല കലാപരിപാടികളും ഈ കലാപരിപാടികൾ നടക്കുന്നതിന് പകരം ജനങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇന്ന് 3 പേരുടെ വസതികളിലാണ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയത്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെ വസതികളിൽ അദ്ദേഹം എന്തെല്ലാം ഉറപ്പുകൾ നൽകുന്നുണ്ട്, ഒപ്പം തന്നെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അനുജ, ഇന്ന് രാവിലെ 7:45 കൂടിയാണ് ചാലിഗദ്ദയിൽ അജീഷിന്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി ആദ്യമായി എത്തുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലെത്തി. ഒടുവിൽ അദ്ദേഹം പോയത് നേരത്തെ ഈ വന്യമൃഗ ആക്രമണത്തിൽ, അതായത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കാണ്, വാഗേരിയിലെ പ്രജീഷിന്റെ വീട്ടിലേക്കാണ്. ഇത്തരത്തിൽ 3 ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. മാത്രമല്ല ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലക്ഷ്മണന്റെ വീട്ടുകാരുമായി അദ്ദേഹം സംസാരിച്ചു. ഇതിനുശേഷം ഒരു അവലോകന യോഗം ഇവിടെ ചേർന്നു. അതായത് PWD റെസ്റ്റ് ഹൗസിലാണ് ഒരു അവലോകന യോഗം ചേർന്നത്. അതിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു യോഗമായിരുന്നു. ഇതിനുശേഷം അദ്ദേഹം വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ പല വിഷയങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു രാഷ്ട്രീയ വിഷയം പോലും പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ RRTകളുടെ എണ്ണം ഇവിടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ച് കർണാടകയുമായി അതോടൊപ്പം തന്നെ തമിഴ്നാടുമായുമുള്ള ആ ഒരു സഹകരണം, ഈ വിഷയത്തിൽ വന്യമൃഗ വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വനമേഖല ഉള്ളതുകൊണ്ട് തന്നെ പരസ്പര സഹകരണം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല വയനാടിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യമില്ലായ്മയാണ്. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിമിതികൾ അടിയന്തരമായ രീതിയിൽ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇതിങ്ങനെ നീണ്ടുപോകുന്നത്, ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നത് നീണ്ടുപോകുന്നത് ഗൗരവതരമായ വിഷയമാണ്. മുഖ്യമന്ത്രിയുമായി ഈ വിഷയം സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും അത് സാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചികിത്സാ നഷ്ടപരിഹാരം, അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തണമെന്നുമുള്ള ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ ഈ വിഷയം ഒരു ദേശീയ ശ്രദ്ധ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ഈ വയനാട്ടുകാർ ആവശ്യപ്പെടുന്നത് കേന്ദ്ര വന നിയമത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ ഉണ്ടാകണം. ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിനകത്ത് ഒരു നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ്
കൂടിയാണ് ഈ രാഹുൽ ഗാന്ധി യുടെ സന്ദർശനത്തോടെ വയനാട്ടുകാർ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും ഉച്ചയോടുകൂടിയാണ് ഇവിടെ നിന്നും മടങ്ങിയത്. ശരി അനുജ, സുർജിത്ത് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിലെ പുൽപ്പള്ളിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനുമാണ് കേസ്. പുൽപ്പള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി. സുർജിത്ത്, വനം മന്ത്രി പറഞ്ഞത് അക്രമം ഉണ്ടായാൽ സ്വാഭാവികമായി കേസെടുക്കേണ്ടി വരും, ഉണ്ടാക്കിയാൽ എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്? ഇന്നലെ രാവിലെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല. രാവിലെ സമാധാനപരമായ പ്രതിഷേധമായിരുന്നു. പോളിന്റെ മൃതദേഹം വെച്ചുകൊണ്ട് പുൽപ്പള്ളി നഗരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തി. പക്ഷേ പിന്നീട് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണം നടന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ, അത്തരത്തിലൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. 100 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന നടപടിയിലേക്ക് ആളുകൾ എത്തി എന്നുള്ളതാണ്. മാത്രമല്ല വനം വകുപ്പിന്റെ ജീപ്പ് തകർക്കുകയും അതിൻ്റെ കാറ്റ് അഴിച്ചുവിടുകയും അതിൻ്റെ ഷീറ്റ് വലിച്ച് പറിച്ചു കീറുകയും ഒപ്പം തന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രകോപനപരമായ രീതിയിൽ ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ കടുവയുടെ ആക്രമണത്തിൽ പാതി തിന്നുപോയ ജഡം, ഈ കാലിയുടെ ജഡം കൊണ്ടുവന്ന് അതിൻ്റെ ബോണറ്റിൽ വെച്ചുകൊണ്ടും പ്രതിഷേധങ്ങൾ നടന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി റേഞ്ചർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ കസാരയെടുത്തും കുപ്പിയെടുത്തും എറിയാൻ ശ്രമിച്ചു. അതോടൊപ്പം ഈ കല്ലെറിയാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ നേരെ കല്ലെറിയാൻ ശ്രമിച്ചു. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ജാമ്യമില്ല PDPP അടക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ 5 FIRകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്തതായുള്ള വിവരം കൂടി പുൽപ്പള്ളി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ആളുകളെ പിടികൂടുന്ന നടപടിയിലേക്ക് പോകുന്നത്. ആരൊക്കെയാണ് അക്രമകാരികൾ എന്നുള്ളത് ആ ദൃശ്യത്തിൽ കൃത്യമായുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് സന്ദേശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് സന്ദേശങ്ങൾ ഈ അക്രമത്തിന് മുമ്പുള്ള സമയങ്ങളിൽ ആളുകളെ കൂട്ടാനും അതോടൊപ്പം തന്നെ അത്തരത്തിൽ പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന നിലയിലേക്ക് വരാനുള്ള കാരണം ഇത്തരത്തിൽ വാട്സപ്പ് സന്ദേശങ്ങളാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സന്ദേശങ്ങളുടെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. കാരണം അത് അക്രമ സംഭവത്തിലേക്ക് പോയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. വനമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അക്രമ സംഭവത്തിലേക്ക് പോകുന്നത് ശരിയല്ല, പ്രതിഷേധം സ്വാഭാവികമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. അനുജ, അതെ, അതാണ് ഇന്നലെ കണ്ട സംഭവങ്ങളിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതിനിടെ പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ 4ാമത്തെ കൂടും സ്ഥാപിച്ചു. 56 ഐക്യരപ്പടിയിൽ എൽദോസിന്റെ പറമ്പിലാണ് കൂട് വെച്ചത്. നേരത്തെ താന്നിത്തെരുവിലും സുരഭിക്കവലയിലും കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അരുൺ പാറക്കൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നിപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം, ഇന്നലെ ഒരു മൃഗത്തെ കൊന്നിരുന്നു, ഇന്നും അതേപോലെ തന്നെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി ഈ ആക്രമണം ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ കൂടുവയ്ക്കുക എന്നുള്ളതാണോ ഇപ്പോഴത്തെ നടപടി? അനുജ, ഈ വനം വകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾ ഒന്നടങ്കം വയനാട്ടിൽ പ്രതിഷേധിക്കുകയാണ്. വനം വകുപ്പ് മാത്രമല്ല, സർക്കാരും ഈ വിഷയങ്ങളിലൊന്നും കൃത്യമായി കാര്യക്ഷമമായ ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പുൽപ്പള്ളി മേഖലയിൽ തുടർച്ചയായി കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇന്ന് രാവിലെയും ഒരു പശുക്കിടാവിനെ കടുവ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് ജനങ്ങളുടെ പ്രതിഷേധം രൂക്ഷമായപ്പോഴാണ് ഇന്നിപ്പോൾ വനം വകുപ്പ് 4ാമത്തെ കൂടും പുൽപ്പള്ളി മേഖലയിൽ ഈ കടുവയെ പിടികൂടുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്നത്. എങ്കിലും ഈ പ്രദേശത്തൊന്നാകെ ജനങ്ങൾ ഭീതിയിലാണ്. മാത്രമല്ല, ഈ ആളുകൾ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ വനമന്ത്രിക്കെതിരെയും രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. ഇപ്പോൾ നാട്ടുകാരെ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് സർക്കാർ ഇടപെടുന്നില്ലേ? സർക്കാർ ഇടപെടുന്നുണ്ട്. ഇത് എന്താണെന്നറിയാം, ഇത് ഫുള്ള് ശല്യമാണ്. ജീവിതം ഫുള്ള് ശല്യമാണ്. ഒരു മനുഷ്യവാസമില്ല. അതായത് മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. മനുഷ്യന് ഇറങ്ങി റോട്ടേ നടക്കാൻ പറ്റില്ല. ഒരു ഫാമിലി ആയിട്ട് വണ്ടിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ന് വനംവകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞതെന്നറിയാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വനംവകുപ്പ് മന്ത്രി രാഹുൽ ഗാന്ധി വന്ന് എം പി വന്ന് 2 വീട് സന്ദർശിച്ച്, ഇയാൾക്കൊന്നും വന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ വന്നാൽ ശരിയാവില്ല. പിണറായിക്ക് വന്നാൽ ശരിയാവില്ല. ഈ നാട്ടിൽ പിണറായിക്ക് വന്നാൽ ശരിയാവില്ല. എന്താ ഇവിടെ ആരെങ്കിലും കൊന്നളയോ വയനാട്ടിൽ? വയനാടെന്ന് പറഞ്ഞാണ്ടല്ലോ ഈ വന്യമൃഗം ഒരു പരിപാടിയാണ്. ഇത് മൊത്തത്തിൽ പ്രശ്നമുണ്ട് ഇവിടെ.
ഇത് തന്നെയാണ് അനുജ, തുടർച്ചയായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വയനാട് ജില്ലയിൽ ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. എന്തായാലും വനം വകുപ്പ് ഈ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുക എന്നൊരു നടപടിക്രമം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 3 കൂടുകൾ നേരത്തെ സ്ഥാപിച്ചിരുന്നു. ഈ കടുവയെ പിടികൂടാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും ഒരു കൂട് ഐക്യക്കുടിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ പശുക്കിടാവിനെ കൊന്ന ആ വീട്ടിന് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കടുവയെ ഉടൻ തന്നെ പിടികൂടണമെന്ന ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജില്ലയിലുടനീളം അലയടിക്കുന്നു. അനുജ, ശരി, തുടർച്ചയായ കടുവ ആക്രമണം, ആ ഭീതിയിലാണ് നാട്ടുകാർ കഴിയുന്നത്. അപ്പോഴാണ് പലയിടങ്ങളിലായി കൂട് സ്ഥാപിച്ചിട്ടുള്ളത് വന്യം വകുപ്പ്. വന്യജീവി ശല്യത്തിൽ ജനരോഷം രൂക്ഷമായ വയനാട് സന്ദർശിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ വയനാട്ടിലെത്തും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും അജീഷിന്റെയും കുടുംബാംഗങ്ങളെ കാണും. മാനന്തവാടി ബിഷപ്പുമായും കൂടിക്കാഴ്ച നടത്തും. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി. രാഹുൽ, ഗവർണറുടെ നാളത്തെ കാര്യപരിപാടികൾ എങ്ങനെയാണ്? അനുജ, രാത്രി 8:30 വിമാനത്തിൽ ഗവർണർ കണ്ണൂരിലെത്തും. തുടർന്ന് മാനന്തവാടിയിൽ എത്തിയ ശേഷമായിരിക്കും വിശ്രമിക്കുക. നാളെയാണ് വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഗവർണർ സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീട്ടിലായിരിക്കും ആദ്യം ഗവർണർ എത്തുക. 9:30 അജീഷിന്റെ പടമലയിലെ വീട്ടിലെത്തി ബന്ധുക്കളുമായും നാട്ടുകാരുമായും സംവദിക്കും. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ വീട്ടിലായിരിക്കും ഗവർണർ എത്തുക. 10:15 പോളിന്റെ കുറുവയിലെ വീട്ടിലെത്തി ബന്ധുക്കളും നാട്ടുകാരുമായി സംസാരിക്കും, വിവരങ്ങൾ തേടും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള മറ്റൊരു പരിപാടി മാനന്തവാടി രൂപത ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഈ വന്യമൃഗശല്യത്തിൽ കനത്ത നടപടി എടുക്കണമെന്ന് മാനന്തവാടി രൂപത നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മാനന്തവാടി രൂപത ഇത് സംബന്ധിച്ച പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബിഷപ്പുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. അതോടൊപ്പം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷം വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി രാഷ്ട്രീയമായ നിലപാടുകൾ പറയുക കൂടി ചെയ്യുന്ന ആളാണ് ഗവർണർ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നും ആൾ നോക്കിയിരിക്കുകയാണ്. എന്താണെങ്കിലും പ്രതികരണത്തിനായി നാളെ കാത്തിരിക്കാം. അതോടൊപ്പം ഗവർണറുടെ സന്ദർശനവും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അനുജ, ശരി, ഗവർണർ സർക്കാർ പോര് കടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ഗവർണർ എത്തുന്നത്. പാലക്കാട് ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയെന്ന് നാട്ടുകാർ. പ്രദേശത്ത് പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഇതേ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ മേഖലയിൽ ഇതിനോടകം പലകുറി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ്. ആ ഭീതിയിൽ ജനങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ പുലി ഉണ്ട് എന്നത് ഉറപ്പിച്ച് പറയുകയാണോ നാട്ടുകാർ? അനുജ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. മൂലപ്പാടത്ത് ഷംസുദ്ദീൻ എന്നയാളുടെ പശുവിനെയാണ് ഇന്നിപ്പോൾ രാവിലെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. രാവിലെ പശുവിനെ കാണാതായതിനെ തുടർന്ന് ഈ പ്രദേശത്തിലൂടെ തൻ്റെ വീടിൻ്റെ അരികിലൂടെ ഈ ഷംസുദ്ദീൻ നടന്നു നീങ്ങിയപ്പോഴാണ് എന്തോ വലിച്ചു കൊണ്ടുപോയതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു തോട്ടിൻ്റെ കരയിൽ വെച്ചാണ് ഈ പുലി പശുവിനെ ഭക്ഷിച്ചിരുന്നത്. ഷംസുദ്ദീനെ കണ്ട ഉടനെ തന്നെ ഈ പുലി വനത്തിലേക്ക് മറഞ്ഞു. നേരിൽ പുലിയെ കണ്ടതിൻ്റെ ഭീതി അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. നേരത്തെ ഷംസുദ്ദീൻ്റെ തന്നെ വീട്ടിലെ വളർത്തുനായയെയും ഈ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇവിടെ കൂട് സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവരതിന് തയ്യാറായിരുന്നില്ല എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. അന്ന് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പുലിയെ പിടികൂടാൻ കഴിയുമായിരുന്നു. എന്തായാലും പുതിയ സാഹചര്യത്തിൽ ഷംസുദ്ദീൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇത് മാത്രമല്ല, ഈ മേഖലയിൽ അനുദിനം കാട്ടാന പുലി ശല്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ ഇങ്ങനെ കാടിറങ്ങി വരുന്നത് കൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ഭീതിയിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ധോണി നിവാസികൾ പറയുന്നത്. ശരി, ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങി എന്നുള്ളതാണ് വനംവകുപ്പ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത, പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കം ഉത്സവത്തിനിടെ 8 മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണു. കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന ആ ആചാരത്തിൽ പങ്കെടുത്ത കുഞ്ഞിനാണോ ഇങ്ങനെ നിർഭാഗ്യകരമായൊരു സംഭവം നേരിടേണ്ടി വന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്?
ഗരുഡൻ തൂക്ക് ഉത്സവം മാത്രമല്ല, അത് മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി ഏഴംകുളം ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഉദ്ദിഷ്ട കാര്യത്തിനും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തതിനുമൊക്കെ നടത്തുന്ന ഒരു വഴിപാടാണ്. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ നടത്തുന്ന ഒരു വഴിപാടാണ്. എന്തായാലും 624 തൂക്കങ്ങളാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 124 കുട്ടികളുടെ തൂക്കങ്ങളായിരുന്നു. ഈ തൂക്കം തൂക്കുന്ന ആൾക്ക് കയ്യിൽ നിന്നും കുഞ്ഞ് വഴുതി പോകുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നത്. എന്തായാലും 8 മാസം പ്രായമെന്നത് ഇപ്പോൾ പോലീസ് ഒരു 10 മാസമാണ് കുഞ്ഞിന്റെ പ്രായം, 9 മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടൊന്നുമില്ല. പത്തനാപുരം സ്വദേശികളുടെ കുഞ്ഞാണെന്നൊരു വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. ഈ കുഞ്ഞിന് കാര്യമായ പരിക്കുകളില്ല. ആ കുഞ്ഞ് മറ്റൊരാളുടെ കയ്യിൽ തട്ടിയാണ് രണ്ടാമത് നിലത്തേക്ക് വീണത്. അതുകൊണ്ട് മുഖത്തോ അതുപോലെ തന്നെ കാലിലും ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. പോലീസ് ഈ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഗരുഡൻ തൂക്കം നടത്തുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അനിഷ്ടകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഭാഗ്യവശാൽ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ കാര്യമായ സുരക്ഷ ഒരുക്കാതെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുമുണ്ട്. ശരി, പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കത്തിനിടെയാണ് കുഞ്ഞ് താഴെ വീണത്. എന്നാൽ കുഞ്ഞിന് കാര്യമായ പ്രശ്നങ്ങൾ, പരുക്ക് ഉണ്ടായിട്ടില്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് പ്രഖ്യാപനം നടത്തിയത്. RSP സംസ്ഥാന സമിതി ഏകകണ്ഠമായാണ് പ്രേമചന്ദ്രനെ തീരുമാനിച്ചതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി സഖാവ് NK പ്രേമേന്ദ്രനെ വീണ്ടും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികഞ്ഞ ആത്മാഭിമാനത്തിൽ നിന്ന്, അഭിമാനബോധത്തിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2 ടേമിൽ അദ്ദേഹം കൊല്ലത്തെ പ്രതിനിധീകരിച്ചു. രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് ഒരു MPയുടെ പ്രവർത്തനം എങ്ങനെയാകണം എന്ന് അദ്ദേഹം ഈ കാലയളവിൽ തെളിയിക്കുകയുണ്ടായി. ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കുന്നതെന്നും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം UDFന് അനുകൂലമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. തികച്ചും അനൗപചാരികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിന് ആധാരമല്ലാത്തൊരു കാര്യത്തെ പർവ്വതീകരിച്ച് ഇവിടെ നേരത്തെ പാർട്ടി സെക്രട്ടറി ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്, ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ കടന്നാക്രമണമാണ്. അതുതന്നെയാണ് 2019 അവർ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചത്. അത് ഇപ്രാവശ്യവും ആവർത്തിക്കുന്നു. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി M മുകേഷും BJP സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനും മത്സരിച്ചേക്കും. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, LDF മുകേഷിനെ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ നടന്ന യോഗത്തിൽ, ജില്ലാ നേതൃയോഗത്തിൽ M മുകേഷിന്റെ പേരാണ് മുന്നോട്ട് വെച്ചത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം BJPയുടെ കാര്യത്തിൽ, NDAയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കുമ്മനം രാജശേഖരന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രൻ? ഇത് 5ാം തവണ അദ്ദേഹം വോട്ടർമാരെ നേരിടുമ്പോൾ. അനുജ, UDFനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് NK പ്രേമചന്ദ്രനെ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത്, അതൊരു ഒഫീഷ്യൽ സ്വഭാവത്തിൽ പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് UDFൽ മറ്റൊരു പേരും ചർച്ചയിൽ പോലും ഉണ്ടായിരുന്നില്ല. NK പ്രേമചന്ദ്രൻ എന്ന ഒറ്റ പേരിലായിരുന്നു തുടക്കം മുതൽ തന്നെ UDF നിന്നിരുന്നത്. അത് ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് മാത്രം. അതേസമയം LDFൽ M മുകേഷും വരുന്നത് ഒരു സർപ്രൈസ് എൻട്രി ആയാണ്. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് M മുകേഷിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏറെക്കുറെ അങ്ങനെ തന്നെ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുമ്മനം രാജശേഖരൻ കൂടി വന്നാൽ പോലും RSP നേതാക്കൾ തന്നെ പറയുന്നത് അത് BJP തന്നെ C ക്ലാസ് മണ്ഡലം പോലുമായി പരിഗണിക്കുന്ന മണ്ഡലമല്ല കൊല്ലം. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവത്തിലേക്ക് മണ്ഡലം വരില്ല. അതേസമയം കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാവും കൊല്ലം മണ്ഡലത്തിൽ നടക്കുക എന്നുള്ളതാണ് NK പ്രേമചന്ദ്രൻ പറയുന്നത്. അതൊരു ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചല്ല, സ്ഥാനാർത്ഥി ഘടകമാണ്, അതൊരു ചെറിയ ഘടകം മാത്രമാണ്. അതിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഉറപ്പായും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ ഷിബു ബേബി ജോണും ഒപ്പം തന്നെ NK പ്രേമചന്ദ്രനും. ഷിബു ബേബി ജോൺ പറഞ്ഞത് M മുകേഷിനേക്കാൾ വലിയ സ്ഥാനാർത്ഥികളൊക്കെ വന്നതാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി, അതിനുശേഷം 2019 KN ബാലഗോപാൽ വലിയ നേതാവായിരുന്നു പാർട്ടിയുടെ. അവരൊക്കെ വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അതിനേക്കാൾ വലുതല്ലോ മുകേഷ് എന്നുള്ളതായിരുന്നു ഷിബു ബേബി ജോണിന്റെ ചോദ്യം. അതേസമയം NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഗൗരവത്തിൽ തന്നെ നേരിടും. സ്ഥാനാർത്ഥിയെ വില കുറച്ച് കാണുന്നില്ല. എല്ലാ വലിയ രാഷ്ട്രീയ മത്സരം, രാഷ്ട്രീയം പറഞ്ഞായിരിക്കും മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രൻ ഉള്ളത്. കാരണം അത്
മണ്ഡലത്തിൽ UDF മറ്റു പേരുകളില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. മാത്രമല്ല കഴിഞ്ഞ തുടർച്ചയായി 10 വർഷമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്നു. ലോക്സഭയിലെ തന്നെ ഏറ്റവും മികച്ച MP-ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയതാണ്. മാത്രമല്ല 1996-ലും 98-ലും ആദ്യഘട്ടത്തിൽ മത്സരിച്ചത് ഇടതുമുന്നണി ടിക്കറ്റിൽ നിന്ന് മത്സരിച്ചു. ആ 2 തവണയും മത്സരിച്ചപ്പോൾ വിജയിക്കുന്ന ഒരു സാഹചര്യം NK പ്രേമചന്ദ്രനെ ഉണ്ട്. അതിനുശേഷം 2000-ൽ രാജ്യസഭാ അംഗമായി പോയി. പിന്നീട് RSP UDF വിട്ട് പോവുകയും പിന്നീട് LDF വിട്ട് UDF-ലേക്ക് വരികയും ചെയ്ത 2014-ൽ വലിയ രാഷ്ട്രീയ മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വലിയ തരത്തിലുള്ളൊരു ആരോപണം പോലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെത്തി നടത്തുകയും വലിയൊരു പദപ്രയോഗം നടത്തുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ ശ്രദ്ധയാകർഷിച്ചതായിരുന്നു കൊല്ലത്തെ പോരാട്ടം. അതിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കഴിഞ്ഞ തവണ വീണ്ടും 1 ലക്ഷത്തിലധികം വലിയ ഭൂരിപക്ഷത്തിൽ NK പ്രേമചന്ദ്രൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ കൊണ്ട് തന്നെ മുൻകാല അനുഭവങ്ങൾ, മുൻ തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളെല്ലാം NK പ്രേമചന്ദ്രൻ അനുകൂലമാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത്. അതേസമയം M മുകേഷ് കൂടിയാണ് എത്തുന്നതെങ്കിൽ അതിനൊരു താരശോഭ കൈവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം കൊല്ലത്തെ താരം NK പ്രേമചന്ദ്രനാണ് എന്നൊരു ആത്മവിശ്വാസത്തിലാണ് RSP മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൊല്ലം കളമൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഏറ്റവും ഒടുവിലായ ഒരു വിവാദം ഉയർത്തിവിട്ടത്, പ്രത്യേകിച്ച് LDF ഉയർത്തിവിട്ടത് പ്രധാനമന്ത്രി നൽകിയ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതിനെയും ഒരുപക്ഷെ NK പ്രേമചന്ദ്രൻ ഇതിനു മുൻപൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിനെ താൻ കാണുന്നില്ല എന്നതാണോ? അനുജ, ഉറപ്പായും അത് NK പ്രേമചന്ദ്രൻ MP നാടിൻ്റെ തന്നെ അപമാനം എന്ന നിലയിൽ ഒരു വലിയ ബാനറൊക്കെ ഉയർത്തിയായിരുന്നു കൊല്ലത്ത് ഇതിനെതിരെയായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനെതിരെ LDF സ്വീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നാവും. പക്ഷേ പ്രധാനമന്ത്രിയുടെ വിരുന്നിനെ സംബന്ധിച്ചിടത്തോളം NK പ്രേമചന്ദ്രൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് തീർത്തും പരസ്യമായി തന്നെ നടന്നൊരു പരിപാടിയാണ്. അതിൽ ഒരു രാഷ്ട്രീയവും കാണേണ്ടതില്ല. ഒരു സൗഹൃദ വിരുന്ന് മാത്രമാണ്. അതിനെ അനാവശ്യമായ വിവാദമാക്കി, ഒരു വിവാദത്തിന് പോലും ഇടയില്ലാത്തൊരു വസ്തുവിനെ അനാവശ്യ വിവാദമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് പരാജയ ഭീതിയിൽ നിന്നാണ് എന്നുള്ളതാണ് NK പ്രേമചന്ദ്രന്റെ നിലപാട്. മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും ആ വിവാദം ആവർത്തിക്കാം, ആ ആരോപണം ആവർത്തിക്കാം. പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് അതിന് പറഞ്ഞ മറുപടി. മാത്രമല്ല അതിനെ നേരിടാനുള്ള രാഷ്ട്രീയ ശക്തി UDF നുമുണ്ട് എന്നും NK പ്രേമചന്ദ്രൻ പറയുന്നു. മാത്രമല്ല NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം UDF-ൽ വന്നതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും ആ നിലയിലൊരു ആരോപണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സംഭവിക്കുന്നതാണ്. അത് 2014-ൽ MA ബേബിക്കെതിരെ മത്സരിക്കുമ്പോൾ ആദ്യമുണ്ടായത് പിണറായി വിജയന്റെ ആ പരാമർശമായിരുന്നു. ആ പൊതുവേദിയിലെ പരാമർശം. അതിനെ തുടർന്നുണ്ടായ വിവാദമായിരുന്നു. അതിനുശേഷം 2019-ലേക്ക് വന്നപ്പോൾ അത് അവിടുത്തെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എത്തിയിരുന്നു. അന്ന് പ്രധാനമന്ത്രിയെ എവിടേക്ക് കൊണ്ടുവന്നത് പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകാനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ആരോപണവും പ്രചരണവും ഒക്കെ അവിടെ നടക്കുകയും ചെയ്തിരുന്നു. ആ നിലയിൽ വീണ്ടും ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരികയാണ് LDF എന്നുള്ളതാണ് NK പ്രേമചന്ദ്രന്റെയും RSP-യുടെയും ഒക്കെ വാദം. അനുജ, അതാണ്. ഏതായാലും കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രന്റെ പേര് ഔദ്യോഗികമായി തന്നെ RSP നേതൃത്വം പ്രഖ്യാപിച്ചു. ഈ കോട്ടയത്താകട്ടെ LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചാണ് ഫ്രാൻസിസ് ജോർജ് പ്രചാരണ പരിപാടി ആരംഭിച്ചത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനനേതാവ്. ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ, ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കരുത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കബറിടത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ ഈ പ്രവർത്തനം അതിന് തുടക്കം കുറിക്കുകയാണ്. ഞായറാഴ്ച കഴിയുന്നത്ര ദേവാലയങ്ങളിൽ ഓടിയെത്താനുള്ള ശ്രമത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. കഴിഞ്ഞ ദിവസം KM മാണിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് തോമസ് ചാഴികാടൻ പ്രചാരണം തുടങ്ങിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, സംസ്ഥാനത്ത് തന്നെ ആദ്യമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. അതിനുശേഷം ഫ്രാൻസിസ് ജോർജിന്റെ പേര് ഇന്നലെ UDF പ്രഖ്യാപിക്കുന്നു. കേരള കോൺഗ്രസിലെ 2 മുതിർന്ന നേതാക്കൾ മുഖാമുഖം നിൽക്കുന്ന പോരാട്ടം. തീർച്ചയായിട്ടും 2 സ്ഥാനാർത്ഥികളും അവർ സജീവമായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ആദ്യം തന്നെ തോമസ് ചാഴികാടൻ KM മാണിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിച്ചത്. അതിനുശേഷമാണ് ഇന്ന് ഫ്രാൻസിസ് ജോർജ്, ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നത്.
അതിനുശേഷം ഫ്രാൻസിസ് ജോർജും സജീവമായി തന്നെ പ്രചരണ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം. അതിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നേരിട്ടെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് അവിടെ നിന്ന് അദ്ദേഹം പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ട് നേതാക്കളും സ്ഥാനാർത്ഥികളും വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അവരുടെ പ്രചരണ പരിപാടികൾ നടത്തുന്നത്. ആളുകളെ നേരിട്ട് കാണുക, മതമേലധ്യക്ഷന്മാരെ കാണുക, അങ്ങനെയുള്ള ചടങ്ങുകൾ തന്നെയാണ്. ദേവാലയങ്ങളിൽ പോകുന്നതോടൊപ്പം തന്നെ അമ്പലങ്ങളിലും എല്ലാം തന്നെ ഇവർ പോകുന്നുണ്ട്. പ്രമുഖ വ്യക്തികളെ നേരിട്ട് കാണുന്ന തിരക്കിൽ തന്നെയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ 44 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് കോട്ടയത്തുള്ളത്. അതിന്റെ എല്ലാ വീറും വാശിയും ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് BDJS കോട്ടയത്ത് മത്സരിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ സ്ഥാനാർത്ഥിയായി വന്നേക്കുമെന്നുള്ള വിവരം തന്നെയാണ്. അടുത്ത ദിവസം തന്നെ അതിന്റെ പ്രഖ്യാപനവും BDJSന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും കോട്ടയത്ത് LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. ഇനി NDAയുടെ സ്ഥാനാർത്ഥി ആര് എന്നതുകൂടി അറിഞ്ഞാൽ പ്രചാരണം മുറുകും. പത്തനംതിട്ടയിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് LDF സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റിയും ഐകകണ്ഠ്യേന തോമസ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, അപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേര് ഉറപ്പിക്കാം? തീർച്ചയായും തോമസ് ഐസക് എന്ന പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് CPIM ചുരുങ്ങിയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം പരിഗണനയ്ക്ക് വന്ന ഏക പേര് ഈ തോമസ് ഐസക്കിന്റെ പേര് മാത്രമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 2 വർഷമായി തന്നെ സജീവമായ രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹമാണ് ജില്ലയിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ചുമതലക്കാരനായി ഇവിടെയുള്ളത്. സ്വാഭാവികമായും പല പരിപാടികളിലും മൈഗ്രേഷൻ കോൺക്ലേവ് അടക്കം തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പല പരിപാടികളും CPIM ഈ ജില്ലയിൽ നടത്തി വരികയാണ്. ഈ മണ്ഡലത്തിലുടനീളം തോമസ് ഐസക് ഇപ്പോൾ ഒരു ചിരപരിചിതനായ മുഖമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേരിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം. മറ്റേതെങ്കിലും പേരുകൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചോദിച്ചു. പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള ആളുകളായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. പക്ഷേ മറ്റൊരു പേരുകളുമില്ല, തോമസ് ഐസക്കിന്റെ ഒറ്റ പേര് മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി തോമസ് ഐസക്കിന്റെ പേര് മാത്രം പറഞ്ഞു. നേരത്തെ രാജു എബ്രഹാമിന്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജു എബ്രഹാം അടക്കം പങ്കെടുത്ത, സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രാജു എബ്രഹാം അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഐക്യകണ്ഠ്യേന മറ്റൊരു പേര് ഉയരാതെ തന്നെ തോമസ് ഐസക്കിലേക്ക് എത്തിയിരിക്കുന്നത്. തോമസ് ഐസക് ആണെങ്കിൽ മണ്ഡലത്തിൽ മറ്റു പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. ഒരു പുതുമുഖമാണ്, ഒരു ഇടതുപക്ഷ മുഖമാണ്. സ്വാഭാവികമായി ജാതി മത സാമുദായിക ശക്തികളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ തോമസ് ഐസക്കിന് സാധിക്കുമെന്ന ഒരു വിലയിരുത്തലിലാണ് CPIM ഉള്ളത്. എന്തായാലും ആന്റണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചതോടെ തോമസ് ഐസക്കിലേക്ക് CPIM നീങ്ങിയിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലായിരിക്കും ഒരു സസ്പെൻസ് ഉണ്ടാവുക. PC ജോർജിലേക്ക് BJP എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം BJPയുടെ നേതാക്കൾ ഇവിടെ വന്നൊരു സർവേ നടത്തിയിരുന്നു, കേന്ദ്ര നേതാക്കൾ. പക്ഷേ അതിൽ ഭൂരിപക്ഷം പാർട്ടി ഭാരവാഹികളും ആവശ്യപ്പെട്ടത് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ സുരേന്ദ്രനിലേക്ക് ചർച്ചകൾ നീങ്ങുമെന്നാണ് ഇനി അവർ ഉറ്റുനോക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പേര് CPIM ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്യും. ശരി, ജില്ലാ കമ്മിറ്റിയിലും ഐകകണ്ഠ്യേന തോമസ് ഐസക്കിന്റെ പേര് ഇന്നിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. മറ്റൊരു പേരും നിലവിൽ ഉയർന്നു വന്നിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എറണാകുളം, ചാലക്കുടി, മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഒറ്റ പേരിലേക്ക് എത്താനുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയും MLA-മാരും ഉൾപ്പെടുന്നതാണ് CPIM സ്ഥാനാർത്ഥി പട്ടിക. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, മന്ത്രിമാരും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പൊളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ പ്രധാനമായും ഉൾപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് CPIM എത്തുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതിലിപ്പോൾ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്ത ചില മണ്ഡലങ്ങളുടെ പേര് നമ്മൾ പറയുകയുണ്ടായല്ലോ. അവിടെയൊക്കെ ഇനി എങ്ങനെയാണ് ചർച്ചകൾ ഈ മണ്ഡലങ്ങളിൽ നടക്കുക? അനുജ, ജനകീയ മുഖങ്ങളെ പരീക്ഷിച്ച് പരമാവധി സീറ്റ് ഉറപ്പിക്കുകയാണ് ഇക്കുറി CPIM പയറ്റുന്ന തന്ത്രം. കാരണം ഈ ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ CPIM കാണുന്നത് കേരളത്തിലാണ്. അവിടെ ഒരു തരത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ട, പകരം ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് CPIM ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലത്തൂരിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മന്ത്രി K രാധാകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയായേക്കും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി ആറ്റിങ്ങലിലും, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും, അതേപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിലും മത്സരിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ.
പൊതുസ്വതന്ത്രൻ എന്നായിരുന്നു എറണാകുളത്തെ അവസ്ഥയെങ്കിലും എറണാകുളത്ത് ഇതുവരെയും ഒരൊറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ചാലക്കുടിയിൽ മുൻ മന്ത്രി രവീന്ദ്രനാഥിനായിരുന്നു സാധ്യതയെങ്കിലും മറ്റു ചില പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. കാരണം തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് രവീന്ദ്രനാഥ് തന്നെ അറിയിച്ചൊരു സാഹചര്യത്തിൽ മറ്റു പേരുകളിലേക്ക് പോവുകയായിരുന്നു. മലപ്പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള നവാസ്, VP സാനു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. പൊന്നാനിയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിട്ടു. അങ്ങനെ 4 മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലക്കുടി, എറണാകുളം, മലപ്പുറം കൂടാതെ പൊന്നാനി, ഈ 4 സ്ഥലങ്ങളിലാണ് ഒറ്റപ്പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. പക്ഷേ നാളെ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ മാസം 27-ന് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. അനുജ, ഷഫീദ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഉയർന്നു കേട്ട പേരുകളിലൊക്കെ ഒരൊറ്റ വനിതാ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ? നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത്. KK ശൈലജ മാത്രമാണ് ഇപ്പോൾ ഉയരുന്ന പേര്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലരെ പരീക്ഷിക്കാൻ അതല്ലെങ്കിൽ പരിഗണിക്കാനുള്ള ആലോചന നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു 3 സീറ്റിനപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ആ ഒരൊറ്റ പേരിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെയ്യും. പാർട്ടിയെ സംബന്ധിച്ച് വിജയസാധ്യത മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള വിലയിരുത്തൽ CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം പരിഗണിച്ചാൽ മതി. അത് ഏതെങ്കിലും തരത്തിൽ താല്പര്യക്കുറവുണ്ടെങ്കിലും അവരെ പറഞ്ഞ അക്കാര്യത്തിൽ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അനുജ, ശരി, ഏതായാലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിരത്തിയുള്ള ഒരു പോരാട്ടം, അതാണ് CPIM നിലവിൽ ഉദ്ദേശിക്കുന്നത്. 27-ാം തീയതിയാകും ഔദ്യോഗികമായി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക. പത്തനംതിട്ടയിൽ അല്പസമയം മുൻപ് നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഗരുഡൻ തൂക്കത്തിനിടെ 8 മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണു എന്ന വാർത്ത. നിലത്ത് വീണ് കൈ ഒടിഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് എന്നുള്ളതാണ്. ആ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഉത്സവം നടന്നത് ഏഴംകുളം ക്ഷേത്രത്തിലാണ്. എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീജിത്ത്, കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നത്? കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതാം. തീർച്ചയായും അനുജ, ഗുരുതരമായ പ്രശ്നങ്ങളില്ല. പക്ഷെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ ഇതിനകം തന്നെ വിവരം നൽകുന്നുണ്ട്. ചെറിയൊരു ഫ്രാക്ചർ മാത്രമാണ്, കാര്യമായ പ്രശ്നങ്ങളില്ല. അതായത് ഈ കുഞ്ഞിങ്ങനെ വഴുതി വീഴുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ തട്ടിയാണ് നിലത്തേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ തലയടിച്ചു വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ജീവന് ഹാനിയുള്ള തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ, അടൂരിലെ ലൈഫ് ലൈൻ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റാനായി അവിടെ ഒരു ചികിത്സ നടത്തി. അപ്പോഴാണ് ഈ എക്സ്റേ അടക്കം എടുത്തപ്പോഴാണ് കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായത്. എന്തായാലും പത്തനാപുരം സ്വദേശികളുടേതാണ് ഈ കുഞ്ഞ് എന്ന ഒരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ്. തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഈ തൂക്കം ഒക്കെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഒക്കെയാണ് ഈ ഏഴംകുളം ക്ഷേത്രം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ക്ഷേത്രം ഭരണാധികാരികൾ, അധികൃതർ ഇതുവരെ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് പോലീസ്? ശ്രീജിത്ത്, ഇത്തരം ആചാരങ്ങളൊക്കെ ഇത് ഇപ്പോഴും നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണോ? അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരണം. കാരണം ഈ ക്ഷേത്രത്തിൽ നിലവിൽ 624 തൂക്കങ്ങളാണ് സമാനമായ രീതിയിൽ നേർന്നിട്ടുള്ളത്. അതായത് ഇഷ്ടകാര്യസിദ്ധിക്കും കുട്ടികൾ ഉണ്ടാകാനും ഒക്കെ ആളുകൾ നേരുന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ തുടരുന്നു. കുഞ്ഞുങ്ങളെ എടുത്ത് അടക്കം ഉയർത്തി ഇത്തരത്തിൽ തൂക്കം നടത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്ന സമയത്ത് അതൊക്കെ പുനഃപരിശോധിക്കേണ്ടതാണ്. നിയമപരമായി നിൽക്കുമോ എന്ന കാര്യമൊക്കെ ആചാരത്തിന്റെ ഭാഗമായി പരിശോധിക്കേണ്ട അല്ലെങ്കിൽ നിയമപരമായി തന്നെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പോലീസ് ഇതുവരെ കേസെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി ഇത്തരം ഒരു സംഭവം നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഒരു സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അല്പസമയം മുൻപാണ് ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഈ കുട്ടിയുടെ ഒരു പ്രാഥമിക വിവരം ശേഖരിച്ച് അവർക്ക് ഒരു പ്രാഥമികമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രമാണ്, ആചാര സംബന്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ രീതിയിൽ നോക്കി മാത്രമേ അവരുടെ ഒരു കേസെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായി ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ അത്തരത്തിൽ കേസ് ഉണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്വയം കേസെടുക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് നിയമപരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ വേണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ കുട്ടികളെ വെച്ച് നടത്തണമോ എന്ന കാര്യമൊക്കെ ചിന്തിക്കേണ്ടത് കോടതിയാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടത് അവരാണ്. എന്തായാലും ഇപ്പോൾ ഒരു കുഞ്ഞ് വീണിരിക്കുന്നു. അത് തീർത്തും അനാസ്ഥ മൂലമാണ്, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാതെയാണെന്ന കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നൽകുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കത് തെളിവായിട്ട് നൽകുന്നത്. പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലാണ് ഗരുഡൻ തൂക്കം എന്ന ആചാരത്തിനിടെ ഒരു കുഞ്ഞ് താഴേക്ക് പതിച്ചത്. ആ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
കർഷക സംഘടനകളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചർച്ച ഇന്ന് വൈകിട്ട്. കർഷകർക്ക് വേണ്ടി കേന്ദ്രം പുതിയ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. നിതിൻ അംബുജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നിതിൻ, ഇന്നത്തെ ചർച്ച അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയല്ലേ? പരിജ, വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇന്നിപ്പോൾ 6 മണിക്ക് നടക്കാനിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. പ്രധാനമായും കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം MSPയിൽ നിയമപരമായ ഉറപ്പ് നൽകണം എന്നുള്ളതാണ്. ആ ഒരു തീരുമാനം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം പുതിയ നിർദ്ദേശങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ സമിതി രൂപീകരണമല്ലാതെ എന്ത് നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു ഉത്തരം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ള ചർച്ചയിൽ കർഷകർക്ക് മുമ്പാകെ വെക്കും. അത് സ്വീകാര്യമായാൽ മാത്രമേ കർഷകർ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അതല്ല എങ്കിൽ കർഷക സമരം തുടരുമെന്ന് തന്നെയാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത്. നേരെ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ചർച്ച പരാജയപ്പെട്ടാൽ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് കൂടുതൽ കർഷകർ പഞ്ചാബിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ട്രാക്ടറുകളുമായി ശംഭുവിൽ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചർച്ച പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഡൽഹിയിലേക്ക് പോകുമെന്ന് കർഷകർ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ഹരിയാനയിലടക്കം ഇപ്പോൾ സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കർഷകർ ഇന്നത്തെ ചർച്ചയെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. കാരണം പുതിയ നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു എന്ന് തന്നെയാണ് കർഷകർ ഇപ്പോൾ കണക്കാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും വൈകിട്ട് ചർച്ചയെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചർച്ച വൈകിട്ട് 6 മണിക്കാണ് ചണ്ഡീഗഡിലെ പഞ്ചാബ് ഹൗസിൽ ചർച്ച നടക്കാനിരിക്കുന്നത്. കർഷക സംഘടനകളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയാണ് ഇന്ന് വൈകിട്ട് നടക്കാനുള്ളത്. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യത്തിന്റെ അസ്ഥിരതയുടെ ഭാഗമെന്നാണ് പരിഹാസം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിലൂടെ അഴിമതിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനായെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി NDA വീണ്ടും അധികാരത്തിലെത്തുമെന്നും BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത 100 ദിവസം BJP പ്രവർത്തകർ പുതിയ ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി ദേശീയ കൗൺസിലിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. हमें सबका विश्वास हासिल करना है और जब सबका प्रयास होगा तो देश की सेवा के लिए सबसे ज्यादा सीटें भी बीजेपी को ही मिलेगी. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എന്താണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം? എന്താണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം? അനുജ, BJPയുടെ ദേശീയ കൗൺസിലിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് നരേന്ദ്രമോദി ഉന്നയിച്ചത്. അതായത് രാജ്യത്തിന്റെ ഭാവി കോൺഗ്രസിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. കുടുംബവാഴ്ചയും അഴിമതിയുമാണ് കോൺഗ്രസിൽ. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വിശ്വാസത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെ ജനങ്ങളെ കോൺഗ്രസ് ഭിന്നിപ്പിക്കുന്നു. ഈ സേനകളുടെ മനോവീര്യത്തെ കോൺഗ്രസ് കെടുത്തി. അങ്ങനെ നിരവധി വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിച്ചത്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് നേരെയും പ്രധാനമന്ത്രിയുടെ വിമർശനം ഉണ്ടായിരുന്നു. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കാണാൻ BJPക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് നടപ്പാക്കുവാൻ കഴിയുകയില്ല. അവർ കള്ളത്തരം മാത്രമാണ് പറയുന്നത്. അത് പറയാനും യാതൊരു മടിയും കാണിക്കുന്നില്ല എന്നും ഇന്ത്യ സഖ്യത്തിനെ വിമർശിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി പറയുക കൂടി ഉണ്ടായി. അതായത് ഈ കഴിഞ്ഞ കാലം അഴിമതി രഹിത ഭരണമായിരുന്നു രാജ്യത്ത് ഉടനീളം ഉണ്ടായിരുന്നത്. കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് ആദിവാസി വിഭാഗം ഉൾപ്പെടുന്ന സമൂഹത്തിന് വലിയ നേട്ടങ്ങൾ നൽകാൻ രാജ്യത്തിന് കഴിഞ്ഞു. ലോക രാജ്യങ്ങളിൽ ശ്രദ്ധിക്കവണ്ണം രാജ്യം വലിയ രീതിയിൽ വളർന്നുവെന്നും മോദി പറയുകയുണ്ടായി. നല്ല റോഡുകൾ, അതുപോലെ തന്നെ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ, അങ്ങനെ നിരവധി നിർമ്മാണങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും നടന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ മോദി സർക്കാരിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നായിരുന്നു പ്രധാനമന്ത്രി ദേശീയ കൗൺസിലിൽ പറഞ്ഞത്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ പുതിയ വോട്ടർമാരുടെ അടുക്കൽ എല്ലാ പ്രവർത്തകരോടും പോകുവാനും കൃത്യമായി ഈ പ്രചരണ പദ്ധതികളിലെല്ലാം തന്നെ BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയ ആഹ്വാനം, അദ്ദേഹം ഏത് തരത്തിലേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്. മറ്റൊരു വാർത്ത, കേരള സർവകലാശാല സെനറ്റ് യോഗം റദ്ദാക്കിയേക്കും. യോഗ തീരുമാനം VCയുടെ റിപ്പോർട്ടിന് ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. ചാൻസലർ ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടി. സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവങ്ങൾ VC മോഹനൻ കുന്നുമ്മൽ രാജ്ഭവനിലെത്തി ഗവർണറെ ധരിപ്പിച്ചു. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെതിരെ ക്രിമിനൽ പരാമർശവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ പറഞ്ഞു. This is violation of the law.
Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be Education Minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. കേരളത്തിലെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടുകയാണ് ഗവർണറെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുറ്റപ്പെടുത്തി. ഇരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറയാനില്ല. കേരളത്തിലുള്ളവരെ മുഴുവൻ ഗവർണർ ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു. ആരെങ്കിലും അവരിയ്ക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സെനറ്റിലെ 11 പ്രതിനിധികൾ ഗവർണർക്ക് പരാതി നൽകി. സെനറ്റ് യോഗം അട്ടിമറിക്കാൻ മന്ത്രി ഇടപെട്ടുവെന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരുടെ പരാതി. വി എ ഗിരീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നത്. ഗിരീഷ്, ഇന്നലെ മന്ത്രി പറഞ്ഞത് ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യണം അംഗത്തെ എന്നൊക്കെയുള്ള പറഞ്ഞ് ആ അജണ്ട തന്നെ നടപ്പാക്കാൻ ആകില്ല എന്ന തരത്തിലേക്കാണ്, അതുകൊണ്ട് പ്രമേയം പാസ്സാക്കുന്നു എന്നതൊക്കെയാണ് വിശദീകരണം. എന്നാൽ ഗവർണർ പറയുന്നത് ഇത് ഇന്നലെ നടന്നതെന്തോ അതാണ് നിയമലംഘനം എന്നത്. ഏതായാലും ഇപ്പോൾ ഇത് കോടതിയിലേക്ക് പോകുന്നു എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാമോ? മറ്റൊന്ന്, ഗവർണർ ഇന്നിപ്പോൾ മന്ത്രിക്കെതിരെ നടത്തിയ പരാമർശം, അത് ഗവർണർ പലർക്കെതിരെയും ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് കൂടി ഗവർണർ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണല്ലോ. അനുജ, കേരള സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലെ പ്രതിനിധിയെ നിശ്ചയിക്കാനാണ് കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗം ചേർന്നത്. എന്നാൽ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന ഒരു തീരുമാനം ഈ സെനറ്റ് യോഗം എടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ർ ആർ ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സെനറ്റ് യോഗമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇതാണ് ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നതും അതിന് കവിഞ്ഞ ഈ വാക്കുകളിലേക്കൊക്കെ ഇപ്പോൾ കടന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ സർക്കാർ എടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എടുക്കുന്ന നിലപാടുകളാണ്. യൂണിവേഴ്സിറ്റി ചട്ടമനുസരിച്ച് പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാം, കാരണം അവർ സെനറ്റ് അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അധ്യക്ഷത വഹിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത്തരത്തിൽ അധ്യക്ഷയായിരിക്കാൻ യോഗ്യതയില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. ഈ നിലപാട് തന്നെയാണ് ഗവർണറുടെ നോമിനികളുടെയും നിലപാട്. ഈ കാര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 11 അംഗങ്ങളാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം നൽകിയത്. ഉച്ചയ്ക്ക് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സെനറ്റിലുണ്ടായ തീരുമാനങ്ങൾ, സെനറ്റിലുണ്ടായ നാടകീയ രംഗങ്ങൾ എല്ലാം അദ്ദേഹം ഗവർണർക്ക് വിശദീകരണമായി നൽകി. ഇതിനുശേഷം സെനറ്റ് യോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും അദ്ദേഹം ഗവർണർക്ക് സമർപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന സെനറ്റ് യോഗം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുമെന്നാണ്. ഇതിന്റെ ഭാഗമായി ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സെനറ്റ് യോഗം ചേർന്നത് എന്നുള്ളതാണ് രാജ്ഭവന്റെ നിലപാട്. പി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.